നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. KT ജലീൽ MLA പറഞ്ഞത് പച്ചക്കള്ളം. UDF ഭരണസമിതി സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്തിട്ടില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ. ഭൂമി ഏറ്റെടുത്ത് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് LDF സർക്കാരാണെന്നും അനുയോജ്യമല്ലാത്ത ഭൂമി ഏറ്റെടുത്തത് ഭൂമാഫിയെ സഹായിക്കാനാണെന്നും സർക്കാരിനുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കണമെന്നും സിദ്ദീഖ് പന്താവൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത് ഈ ഭൂമി കെട്ടിടം പണിയുന്ന ആവശ്യത്തിലേക്കോ അതല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടോ നിലനിൽക്കുന്ന നിയമ സംവിധാനം മൂലം അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് അതീതമായി സാധ്യമാകില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയെ റവന്യൂ രേഖകളിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് വാട്ടർ ലോഡ്ജ്ഡ് എന്നാണ് ഒറ്റ വാക്കിൽ ആദ്യം പറഞ്ഞത്. അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമി എന്നുള്ളതാണ്. പിന്നെ കണ്ടൽക്കാടുകളുണ്ട്, തണ്ണീർത്തടങ്ങളുണ്ട്, നെൽവയലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പാരിസ്ഥിതിക ദുർബലമായ പാരിസ്ഥിതിക ആഘാതം പരിവർത്തനം ചെയ്യുക വഴി ഉണ്ടാകുന്ന ഒരു പ്രദേശത്തെ ഭൂമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഒന്നാമതായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. രണ്ടാമതായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയായിരുന്നു മറ്റൊരു പ്രശ്നം. നമുക്കറിയാം, നിങ്ങൾക്ക് നേരത്തെ അറിയാം, നേരത്തെ മാധ്യമപ്രവർത്തകരൊക്കെ ആ പ്രദേശത്തെ നിലനിൽക്കുന്ന മാർക്കറ്റ് വിലയെക്കുറിച്ച് തന്നെ പഠനം നടത്തി പല വാർത്തകളും പുറത്തു. എന്നാൽ അതിന്റെ എത്രയോ ഇരട്ടി, 5 or 10 ഇരട്ടി വിലക്ക് ഭൂ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഖജനാവിനുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ വാദം. ആ രണ്ട് വാദത്തിനും പ്രസക്തം തോന്നിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഭൂമി ഏറ്റെടുത്ത് ഏകദേശം 6 വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടും 7 വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് ഏകദേശം 5 വർഷം പൂർത്തിയാക്കാൻ കഴിയുന്ന സമയത്തും ഇപ്പോഴും സർവകലാശാല മറ്റൊരു ഭൂമി അന്വേഷിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന രേഖകൾ പ്രകാരം ബോധ്യമാകുന്നത്. എന്നാൽ സർവകലാശാലയുടെ മന്ത്രിയായിരുന്ന അദ്ദേഹം പറയുന്നത് ഇതിന്റെ എല്ലാ അനുമതിയും നിർമ്മാണം നടത്താനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റെ ചോദ്യം പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് 2021 ഫെബ്രുവരി മാസം മുഖ്യമന്ത്രി ഏകദേശം 17ഓളം കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയ സർക്കാർ ഏറ്റെടുത്ത 11 ഏക്കർ നിർമ്മാണ ഭൂമി ഉണ്ടായിരിക്കെ 5 വർഷമായിട്ടും അതിനുവേണ്ടി വേണ്ടിയുള്ള പണം സർക്കാർ 2 ബഡ്ജറ്റുകളിലായി അനുവദിച്ചു എന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കെ ഒരു നിർമ്മാണ പ്രവൃത്തിയും ഒരു കൊട്ട കോൺക്രീറ്റ് പോലും ആ ഭൂമിയിലിടാൻ സർക്കാരിന് സാധ്യമാകാതെ പോയത് എന്നുള്ളതാണ്. സർക്കാർ അന്നത്തെ കലക്ടർ ചെയ്തത് ഈ ആവശ്യത്തിലേക്ക് ഭൂമി കണ്ടെത്തിയ ഭൂമികളൊന്നും അനുയോജ്യമല്ല എന്നും ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ആദവനാട്ട ഭൂമിയിൽ പ്രദേശവാസികൾക്ക് പ്രതിഷേധമുണ്ട് എന്നും അന്നത്തെ സർക്കാരിന് ബോധ്യപ്പെട്ടപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടി അതോടുകൂടി അവസാനം. പിന്നീട് നിരന്തരം ഈ ആവശ്യത്തിലേക്ക് പല പ്രപ്പോസലുകളും ഈ പറയുന്ന വെട്ടം വില്ലേജിലെ ഇന്ന് ഏറ്റെടുത്ത ഭൂമിയും ബെഞ്ചുമാർക്ക് ഇന്റർനാഷണലിന്റേത് ഉൾപ്പെടെയുള്ള ഭൂമിയുടെ പ്രപ്പോസലുകളും സർക്കാരിലേക്ക് വന്നതായിരുന്നു. ആ കലക്ടറേറ്റിൽ വന്നതായിരുന്നു. ജില്ലാ വില നിർണയ കമ്മിറ്റി മുമ്പാകെ വന്നതായിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രപ്പോസൽ മാത്രമാണ് ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷമാണ് സർക്കാരിലേക്ക് അയക്കുന്നത്.